യുദ്ധവും ആക്രമണവും ഫലസ്തീൻകാർക്ക് മാത്രമല്ല, ഇസ്രായേലിലെ സാധാരണ ജനങ്ങൾക്കും യുദ്ധവും ഭീതി നിറഞ്ഞ ജീവിതവും മടുത്തിരിക്കുന്നു. അതിന്റെ പ്രതിഫലനമാണ് ഇന്ന് ടെൽ അവീവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ബന്ദിമോചനവും വെടിനിർത്തലും സംബന്ധിച്ച ചർച്ചയ്ക്കായി ഖത്തറിലേക്ക് പോയ ഇസ്രായേലി പ്രതിനിധികൾക്ക് താക്കീതുമായി ടെൽ അവീവിലെ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തിന് മുന്നിൽ പടുകൂറ്റൻ റാലിയാണ് നടന്നിരിക്കുന്നത്. ബന്ദിമോചനവും വെടിനിർത്തലും വ്യക്തമാക്കുന്ന കരാർ ഒപ്പിട്ടല്ലാതെ ഇസ്രായേലിലേക്ക് മടങ്ങി വരരുതെന്ന് ഗസയിൽ ബന്ദികളാക്കപ്പെട്ടവരുടെ ബന്ധുക്കളും നൂറുകണക്കിന് പൊതുജനങ്ങളും ഉൾപ്പെടുന്ന റാലി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മൊസാദ് തലവൻ ഡേവിഡ് ബർണിയ, ആഭ്യന്തര സുരക്ഷാ വിഭാഗ മേധാവി റോനൻ ബാർ, മിലിറ്ററി ഹോസ്റ്റേജ് ചീഫ് നിറ്റ്സാൻ അലോൺ എന്നിവരാണ് ഇസ്രായേൽ പക്ഷത്തു നിന്നും പങ്കെടുക്കുന്നത്. CIA ഡയറക്ടർ ബിൽ ബേൺസ്, US മിഡിൽ ഈസ്റ്റ് പ്രതിനിധി ബ്രെഡ് മഗർക്ക് എന്നിവരും ഖത്തർ, ഈജിപ്ത് പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ടെന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ചർച്ച ഹമാസ് ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ഇനി ചർച്ചകളുടെ ആവശ്യമില്ലെന്നും ജൂലൈ 2-ന് US പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ കരാർ ഇസ്രായേൽ പാലിക്കുകയാണ് വേണ്ടതെന്നുമാണ് ഹമാസിന്റെ നിലപാട്. അതിനാൽ ചർച്ചയ്ക്കായി പ്രതിനിധികളെ ഹമാസ് നിയോഗിച്ചിട്ടില്ല. ഇസ്രായേൽ അത് പാലിക്കുകയാണെങ്കിൽ കരാർ നടപ്പാക്കാൻ ഹമാസും തയ്യാറാണെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം സുഹൈൽ ഹിന്ദി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു.